ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും LDC എക്സാം? എനിക്ക് കോഴിക്കോട് ജില്ലയിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ 28-ാം തീയതിയായിരുന്നു എൻ്റെ എക്സാം നടന്നത്. അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മറ്റ് ജില്ലകളിലെ എക്സാം വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് തന്നെ കട്ട് ഓഫും പ്രതീക്ഷിക്കാം. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഞാനിപ്പോൾ 1 ഇയർ ആയിട്ട് ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇപ്പോൾ സിലബസൊക്കെ കംപ്ലീറ്റ് ആയി, കോച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത എക്സാം ഇനി വരുന്നത് നമുക്ക് ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് OED എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ ഞാൻ ഒരുപാട് എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരു അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ എടുത്ത് പഠിച്ച് എക്സാം എഴുതിയത് ഈ ഒരു LDC ആണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു മെയിൻ ലിസ്റ്റിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പം കഴിഞ്ഞ ഒരു ഫാം വർക്കർ എക്സാമിന് ഞാൻ പ്രിലിംസ് പാസ്സായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ഈ കഴിഞ്ഞ LDCയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് തോന്നിയത്. പക്ഷേങ്കിൽ നമ്മൾ എക്സാം ഹാളിലിരുന്ന് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. അതായത് പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുമെങ്കിൽ കൂടിയും നമ്മൾ ഒരു എക്സാം ഹാളിൽ നിന്ന് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ടൈം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, ക്ലോക്ക് ഉണ്ടാവില്ലല്ലോ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത്. അപ്പോൾ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യാമെന്നൊന്നും നമുക്ക് ആ ടൈമിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സ്പീഡിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുകയും അതുപോലെ തന്നെ ആൻസർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവും. എനിക്കതുപോലെ പറ്റിയിട്ടുണ്ട്. കാരണം അറിയാവുന്ന 3-4 ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ തെറ്റിപ്പോവാണ് ഉണ്ടായത്. അത് വീട്ടിലെത്തിയിട്ട് അത് ആലോചിക്കുമ്പോൾ അതിനെപ്പറ്റി ഭയങ്കര വിഷമമാണ്. കാരണം നമുക്ക് അത്രയും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് കൂടിയും അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് അവരൊക്കെ പറയുന്ന ആൻസറൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് വെച്ചാൽ 60.33 സംതിങ് എത്രയോ ആണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. എക്സാം ഹാളിൽ ഇരുന്നിട്ട് നല്ല കാമായിട്ട് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കൊരു 4-5 മാർക്ക് എക്സ്ട്രാ വാങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഒരു 65ഓളം മാർക്ക് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലുള്ള ടെൻഷനും അതുപോലെ തന്നെ എന്താ പറയുക, ടൈമിൻ്റെ പ്രോബ്ലംസൊക്കെ വന്നതുകൊണ്ട് കുറച്ച് നെഗറ്റീവ് മാർക്ക് ഉണ്ടായി. അതുപോലെ തന്നെ അറിയാവുന്നത് കൂടി തെറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ എക്സാം കോഴിക്കോട് ജില്ലയ്ക്ക് പൊതുവേ എക്സാം ഈസി ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല രീതിയിൽ ഉയരാനും സാധ്യത കാണുന്നുണ്ട്. കുറച്ച് ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പോർഷൻസ് ആണ്. ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടപ്പം കിളിപോയ ഒരവസ്ഥയുണ്ടായിരുന്നു. അതായത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടിയും ചില ക്വസ്റ്റ്യൻസൊക്കെ 2 ആൻസർ വരുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു. അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. PSCയുടെ ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വന്നതിന് ശേഷം മാർക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കേണ്ടി വരും. കാരണം ചിലപ്പം ഡിലേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ആൻസർ മാറി വരാം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഫൈനലായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി എക്സാമുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ ഈ സ്റ്റേജ് ഈസി ആണെന്ന് വെച്ചിട്ട് അടുത്ത സ്റ്റേജ് ഈസി ആവണമെന്നൊന്നുമില്ല. ടഫ് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുക. എക്സാം കഴിഞ്ഞവരോട് പറയാനുള്ളത്, ഇനി നമുക്ക് ഡിസംബറിൽ സെക്രട്ടേറിയറ്റ് OED എക്സാം വരുന്നുണ്ട്, ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്, സ്റ്റോർ കീപ്പർ ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുത്തിട്ട് നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു LDC എക്സാം കഴിഞ്ഞിട്ട് ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ മറന്ന് കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ. എക്സാമൊക്കെ കഴിഞ്ഞു, ഫ്രീ ആയി. ഇനിയിപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ചിലർക്കത് വിചാരിച്ച പോലെ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് നമ്മളിനി പുതിയൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഡിസംബറിൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.